നനച്ചിരിക്കാത്ത സമയത്ത് വിളിക്കാത്ത അതിഥിയെ പോലെ ചില അനർത്ഥങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റുക സ്വാഭാവികമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്ത് സർവശക്തൻ്റെ അത്ഭുതകരമായ കരം മനുഷ്യജീവിതത്തെ താങ്ങി നിർത്തുന്നത് അത്ഭുതത്തോടെ അല്ലാതെ നോക്കിക്കാണാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ദൈവം തൊട്ട ചില ജീവിതങ്ങളുടെ കഥ പറയുന്ന ബെത്സൈദയുടെ ഫ്ലോറിലാണ് നമ്മളിപ്പോൾ. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് തങ്കമണി ചേച്ചിയാണ്. തങ്കമണി ചേച്ചി പോട്ട ആശ്രമത്തിലെ കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിയാണ്. എനിക്ക് ഈ തങ്കമണി ചേച്ചിയെ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്, ഒരു 10-14 വർഷമായിട്ടുള്ള പരിചയമുണ്ട്. എങ്കിലും തങ്കമണി ചേച്ചി ഇപ്പോൾ പറയാൻ പോകുന്ന ജീവിതാനുഭവങ്ങൾ എനിക്കധികം അറിയില്ല. കാരണം എവിടെയൊക്കെയോ വചന ശുശ്രൂഷയുടെ സമയത്ത് തങ്കമണി ചേച്ചി തന്നെ പറയുന്നത് ഞാൻ അവിടെയും ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഏകദേശ ഐഡിയ എനിക്കുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ എനിക്കും അറിയില്ല. പ്രിയമുള്ള പ്രേക്ഷകരെ, നമുക്ക് ഒരുമിച്ച് തങ്കമണി ചേച്ചിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. തങ്കമണി ചേച്ചി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് നല്ല പരിചയമുണ്ട്, തങ്കമണി ചേച്ചിയുടെ കൂടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, നേരത്തെ തൊട്ടുള്ള പരിചയമുണ്ട്. പക്ഷേ എങ്കിലും ജീവിതാനുഭവങ്ങളെല്ലാം എനിക്കറിയില്ല. ഞാൻ ക്ലാസ്സിലൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. കാരണം ആശ്രമത്തിൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് എല്ലാവർക്കും ഓരോ അനുഭവങ്ങളുള്ളത് കൊണ്ട് ഞാനങ്ങനെ വ്യക്തിപരമായിട്ട് ആരുടെയും എടുത്ത് ചോദിച്ചിട്ടില്ല. എന്നെനിക്ക് തോന്നുന്നു ആദ്യം ആ പേരിൽ നിന്ന് തന്നെ ഒന്ന് തുടങ്ങാം. ഇതൊരു വ്യത്യസ്തമായൊരു പേരാണല്ലോ തങ്കമണി എന്നുള്ളത്. ഈ പേര്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ അപ്പച്ചനെ എൻ്റെ അമ്മച്ചന് ഇഷ്ടപ്പെട്ട കഴിക്കണത്. അപ്പം അപ്പച്ചൻ ഹൈന്ദവ സമുദായത്തിലായിരുന്നു. അപ്പം അമ്മച്ചനെ കഴിച്ചതോടുകൂടിയാണ് അപ്പച്ചൻ ക്രിസ്ത്യാനിയായത്. അപ്പം അപ്പച്ചൻ്റെ വീട്ടിലുള്ളവരുടെ ഒക്കെ പേരുകളൊക്കെ അപ്പൻ്റെ മനസ്സിൽ ഹിന്ദുക്കളുടെ പേരുകളാണ്. 4 ആണ് കഴിഞ്ഞിട്ട് പെൺകുട്ടിയില്ലാണ്ടായപ്പോൾ അപ്പച്ചൻ അൽഫോൺസമ്മയ്ക്ക് നേർച്ച ചേർന്നു. അങ്ങനെയാണ് ഞാൻ ജനിക്കുന്നത്. അൽഫോൺസ എന്ന മാമൂസ പേരും വീട്ടിൽ അപ്പന് ഇഷ്ടപ്പെട്ട കളിപ്പേര് തങ്കമണി എന്ന് ഇട്ടു. അപ്പോൾ ആ പേരിലാണ് പിന്നെ ഞാൻ അറിയപ്പെട്ടതും. പിന്നെ വിവാഹം കഴിഞ്ഞപ്പം അൽഫോൺസാന്ന് ആണ് കാർഡിലടിച്ചെങ്കിലും വിവാഹം കഴിച്ച് ചെന്ന വീട്ടിലും തങ്കമണി എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ എല്ലാവരും തങ്കമണി എന്ന് തന്നെ വിളിച്ചു. പിന്നെ പോട്ടാശ്രമത്തിൽ വന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെ തുടർന്നു. കാരണം ഇത് റയർ പേരായതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പേര് തുടക്കത്തിൽ തങ്കമണി ചേച്ചിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു, എന്നാൽ ഇഷ്ടപ്പെടാൻ കാരണം ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നാട് വീട് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിൽ പരിയാരത്താണ് എൻ്റെ വീട്. ഇപ്പം എനിക്ക് ഒരു മകളും അവളുടെ ഭർത്താവും 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവർ മകളെ കെട്ടിച്ചയച്ചു. ഞാൻ പരിയാരത്ത് മകളെ 2010 വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ 13 വർഷമായിട്ട് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഈ വർഷം തുടങ്ങി മകളുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു ചാൻസ് വന്നു അവരുടെ വീട്ടിൽ. ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ആശ്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തങ്കമണി ചേച്ചിയുടെ ഒരു പശ്ചാത്തലം. ഇനി നമുക്ക് കൂടുതൽ കാര്യത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ തീർച്ചയായിട്ടും തങ്കമണി ചേച്ചിയെ ഈ കസേരയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കാരണങ്ങളുണ്ട്. വെറുതെ ഏതായാലും കൊണ്ടുവന്നിരുത്തുകയില്ല. ചേച്ചിയുടെ ജീവിതാനുഭവങ്ങൾ, ഇപ്പോൾ ഇവിടെ അച്ഛൻ ഇങ്ങനെ ഒന്ന് വിളിച്ച് ഇവിടെ വന്നിരിക്കണമെങ്കിൽ അതിനുണ്ടായ ജീവിത സാഹചര്യങ്ങൾ ഒന്ന് പറഞ്ഞു തുടങ്ങാം നമുക്ക്. അച്ഛൻ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് കാറ്റഗിസം പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് തുടങ്ങി ഈ കൊച്ചു ത്രേസ്യയുടെ നവമാരിയ പുസ്തകം വായിക്കാൻ കിട്ടി. അപ്പം അന്ന് തുടങ്ങി എനിക്ക് ഈശോയോട് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പം കാറ്റഗിസത്തിന് പോകുമ്പോൾ ദീപികാൻ്റെ എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ ഞാൻ കുറേ സമയം ഈശോയെ നോക്കിയിരിക്കും. അപ്പോൾ എനിക്ക് ഒത്തിരി എനിക്ക് ഈശോയോട് ഭയങ്കര ഇഷ്ടം തോന്നിയത് കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ ആ ചരിത്രം വായിച്ചതിലൂടെയാണ്. പിന്നെ ഈശോനെ സ്നേഹിക്കാൻ തുടങ്ങി. 12ാം ക്ലാസ് പ്രീ-ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്നെ ഒരു സിസ്റ്റർ കന്യാസ്ത്രീയാവാനായിട്ട് വരുമെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പച്ചന് ഞാൻ പറഞ്ഞല്ലോ 4 ആണ് കഴിഞ്ഞിട്ടുണ്ടായ ഒരു പെൺകുട്ടിയാണ്. വിവാഹം കഴിച്ചയക്കാനാണ് അപ്പന് താല്പര്യമായിരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിൽ വീട്ടിൽ ചർച്ചകൾ നടന്നു. എൻ്റെ മൂത്ത ആങ്ങളോട് വിളിച്ച് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു.
അപ്പോൾ അങ്ങനെ വിവാഹം കഴിഞ്ഞ് വന്ന ഹസ്ബൻഡ് നല്ല സ്നേഹമുള്ള ആളായിരുന്നു. കുടുംബം നല്ല കുടുംബമായിരുന്നു. അപ്പം എനിക്ക് സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹസ്ബൻഡ് പാലക്കാട് കഞ്ചിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കമ്പനിയിൽ ജോലി ചെയ്യണം. അപ്പോൾ അവിടെ വെച്ച് മൂത്ത കുട്ടിക്ക് 2 വയസ്സെത്താൻ 2 ദിവസം, ഇളയ കുട്ടിക്ക് 6 മാസം പ്രായം, പ്രസവിച്ചിട്ട് 6 മാസം പ്രായം. ആ സമയത്ത് ആൾ ജോലി സമയത്ത് ആൾ ഫർണസ് മെഷീൻ ഓപ്പറേറ്ററായിരുന്നു. അവിടെ അത് ക്ലീൻ ചെയ്യാൻ കയറിയതാണ് ആൾ. അപ്പോൾ അത് ഓവർ ടൈമിലായിരുന്നു സമയത്തായിരുന്നു. അപ്പോൾ ആൾ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി ബ്രെഡ് അവിടെ പായൊക്കെ വിരിച്ചതിന് ശേഷം ആൾ ഈ ഫർണസ് മെഷീൻ ക്ലീൻ ചെയ്യാൻ കയറണത്. അപ്പോൾ വള്ളിച്ചെരിപ്പിട്ടാണ് കയറിയത്. ശരിക്കും ഷൂസ് ഇട്ട് കയറണം എന്നാണ് നിയമം. അപ്പോൾ ആളത് കയറി ഇപ്പോൾ പെട്ടെന്ന് ആൾ സ്ലിപ്പ് ചെയ്ത് പുറകോട്ടടിച്ച് വീണു. ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. അപ്പം ആ സമയത്തൊന്നും എനിക്ക് ഇങ്ങനെ 3 വർഷം. മൂത്ത കുട്ടിക്ക് 2 വയസ്സെത്താൻ 2 ദിവസം, ഇളയ കുട്ടിക്ക് 6 മാസം പ്രായം. അപ്പോൾ അന്നൊന്നും എനിക്ക് ഒട്ടും സഹിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ഒത്തിരി വിഷമമായി. പക്ഷേ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഞാൻ തല തല്ലി കരഞ്ഞു. അത്രയും വിഷമത്തിൽ കരഞ്ഞു. എനിക്ക് അത്രയും നല്ല സ്നേഹം തന്ന ഒരാളാണ്. വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ എന്നോടൊരു ഇഷ്ടം കൊണ്ട്, അന്ന് ധ്യാനങ്ങളൊന്നും കൂടാനുള്ള ഇതൊന്നുമില്ല, ധ്യാനമൊന്നും കൂടിയിട്ടില്ലെങ്കിലും എന്നോട് ഇഷ്ടം കൊണ്ട് ആൾ നല്ലോണം മദ്യപിക്കുകയും നന്നായി പുകവലിക്കുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് രണ്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്നേഹം കണ്ടുകൊണ്ട് ആൾ എനിക്ക് വേണ്ടി ആൾ മാറ്റിവെച്ചു. പിന്നെ മരിക്കുന്ന വരെ ആൾ ആ ഒരു ദുശീലത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഒത്തിരി ഇഷ്ടം ആൾക്ക് എന്നെ. അപ്പം അത്രയും വേർപിരിയാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഈശോയുടെ വലിയ ഹൃദയരൂപം ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഈശോയോട് ഞാൻ ഭയങ്കര കൂട്ടാന്ന്. അപ്പോൾ ഈശോയോട് ഞാൻ ചോദിച്ചു, എന്ത് ഈശോ ഇങ്ങനെ ചോദിച്ചു. പെട്ടെന്ന് വന്ന് ഞാൻ ബൈബിളൊന്നും വായിക്കണമെന്നില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ശക്തി തരണ പോലെ തോന്നി. പിന്നെ ഞാൻ സാധാരണ പോലെ എല്ലാവരും ബോധം കെട്ട് വീഴൊന്നും ചെയ്തില്ല. ആളുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നപ്പോൾ ഒരു 15 മിനിറ്റ് വീട്ടിൽ വെച്ചുള്ളൂ. ആ സമയത്ത് ഞാൻ ആളെ നോക്കി കണ്ടു. കരയണൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശാന്തത വന്നു. ഈ ഒരു മനസ്സിൽ ഈ ഒരു വചനം കിട്ടിയോട് ശാന്തത വന്നു. അപ്പം ഞാൻ അന്ന് എല്ലാ കാര്യങ്ങളൊക്കെ പങ്കെടുത്തു. പക്ഷേ എനിക്ക് 2 കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഈ പിറ്റേ ദിവസം വന്നപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും തളർന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ പ്രീഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ, തൊഴിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ, മുന്നോട്ട് എങ്ങനെ പോകും. അപ്പം ഞാൻ എടപ്പള്ളിയിലാണ് എന്നെ കെട്ടിച്ചേക്കണത്. എൻ്റെ ഭർത്താവിൻ്റെ എടപ്പള്ളിയാണ്. കാരണം അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു പുഴയുണ്ട്. അപ്പം അന്ന് രാത്രി ഞാൻ ചിന്തിച്ചു ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ പുഴയെ ചാടി മരിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ കാറ്റഗിസത്തിന് ഞാൻ കേട്ടൊരു കാര്യം, ആത്മഹത്യ ചെയ്താൽ ആത്മാവ് നരകത്തിൽ പോവും. അപ്പോൾ അതുകൊണ്ട് അപ്പം പെട്ടെന്ന് ചിന്ത വീണ്ടും ദൈവത്തിലേക്ക് തന്നെ വന്നു. വേണ്ട, കൂലിപ്പണി എടുത്താലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ തീരുമാനം ഞാൻ എടുത്തു. അത് എന്നെ പിന്നെ ശക്തിപ്പെടുത്തി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചത് ഇങ്ങനെ വീണതായതുകൊണ്ട് കമ്പനിക്ക് പെരുദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരത് ആത്മഹത്യയാക്കാൻ ശ്രമിച്ചു. അപ്പം അതിനെ ചൊല്ലി ഒത്തിരി അപവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. എൻ്റെ സ്വന്തം മൂത്ത നാട്ടില് അവിടെ കഞ്ചിക്കോട്, ഈ പാലക്കാട് കഞ്ചിക്കോട്. അപ്പം എൻ്റെ സഹോദരൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സഹോദരനടക്കം എനിക്ക് എന്നോട് വന്ന് ചോദിച്ചു, പറയുകയും ചെയ്തു ആളിങ്ങനെ വീണതല്ല, ആൾ ചാടിയതാന്നൊക്കെ പറഞ്ഞു. അപ്പം അത് എൻ്റെ മനസ്സിൽ കല്ല് വെച്ച പോലെ ഒരു വിഷമമുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പങ്കാളി നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം കൂടാതെ അത് ഈ രീതിയിലാന്ന് പറഞ്ഞു ചുറ്റും ഭയങ്കരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ വിഷമത്തിൽ ഇങ്ങനെ നടന്നെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ 2 മക്കളുണ്ട്, 2 പേരും കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഈശോയോട്, ആ സമയത്ത് ഞാൻ ഈശോയോട് സംസാരിക്കുന്ന സമയം, അപ്പനമ്മ ഉച്ചയ്ക്ക് ഇത്രയും കിടന്നുറങ്ങും, പിള്ളേർ കിടന്നുറങ്ങുന്ന ഞാൻ ഈശോയോട് സംസാരിക്കും, ഈശോയെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എനിക്ക് ഉത്തരം താ. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അന്ന് ബൈബിള് പുതിയ നിയമം അത്രയ്ക്ക് വായിക്കുള്ളൂ, പഴയ നിയമം അറിയ പോലും ഇല്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്ത് കഴിഞ്ഞ് യെശയ്യാ ഒരു പ്രവചനത്തിൻ്റെ പുസ്തകമാണ് കിട്ടിയത്. ഇപ്പം ഞാൻ 54-ാം അധ്യായം. അപ്പം ഞാനത് വായിച്ചു 1, 2 കഴിഞ്ഞ് 3, 4-ാമത്തെ വചനം വന്നപ്പോൾ എനിക്ക് ഷോക്കടിച്ച പോലെ ആയിപ്പോയി. അതിൽ എഴുതിയേക്കാണ്, നീ ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല,
നീ അപമാനിതയാവുകയില്ല, നിന്റെ വൈദ്യവത്തിൽ നീ എന്തിനെ നീ ഓർക്കുകയുമില്ല, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്ന് അവിടുത്തെ നാമം. ഈ വചനം വായിച്ചിട്ട് ഞാൻ സ്റ്റക്കായി. എനിക്ക് കുറച്ച് നേരം ഞാൻ ഈശോയുടെ അപ്പോഴെൻ്റെ ഉള്ളിലേക്ക് ഞാൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എൻ്റെ ഈശോയുടെ മണവാട്ടി ആഗ്രഹിച്ചതല്ലേ. അപ്പോൾ ഇപ്പം എന്നെ വീണ്ടും ഈശോ എനിക്ക് എന്നോട് ഈശോയാണ് എൻ്റെ മണവാളൻ, അതാണല്ലോ നിന്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ് എന്ന് പറയണം. എനിക്ക് ആ അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ, നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ ഈ ഒരു വചനം കിട്ടിയപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ശക്തി എന്നിലേക്ക് ഇങ്ങനെ ഇപ്പം എന്നെ വന്ന് നിറഞ്ഞ് എനിക്കിനി ഈശോയ്ക്ക് കൊണ്ട് ജീവിക്കണം എന്നൊരു ചിന്ത കയറി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 7ാമത്തെ വചനം ഞാൻ വായിച്ചപ്പോൾ എഴുതിയേക്കാണ്, നിമിഷം നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എന്ന മഹാകരുണയെ ഞാൻ തിരിച്ചു വിളിക്കുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈശോയ്ക്ക് എന്നെ വീണ്ടും ഈശോയ്ക്ക് കൊണ്ട് ജീവിക്കാനായിട്ട് എന്നെ ഈശോ തിരിച്ചു വിളിക്കാമെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടി. ഈ തങ്കമണി ചേച്ചി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തങ്കമണി ചേച്ചിയുടെ മുഖത്ത് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ 14 വർഷമായിട്ട് തങ്കമണി ചേച്ചി അറിയാം. ഞാൻ ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, എവിടെയോ ഞാൻ ഫോട്ടോയിൽ വെച്ച് എവിടെയോ പറഞ്ഞുകൊണ്ടെങ്കിൽ പുറത്തേക്കൂടെ നടന്നു പോയപ്പോൾ കേട്ട ഒരു ചെറിയത് മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോഴാണ് ഞാനതിൻ്റെ വ്യക്തമാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും തങ്കമണി ചേച്ചി ഇത് പറയുമ്പോൾ ആ കണ്ണ് നിറയുന്നുണ്ട്. ആ കണ്ണ് നിറയേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലും അത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സമയമുണ്ട്. അതൊരു വലിയ സങ്കടത്തിൻ്റെ അവസ്ഥയാണ്. പക്ഷെങ്കിലും മാറി നിന്ന് വേറൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇന്ന് ദൈവം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ഒരു മഹനീയ ശുശ്രൂഷയിലാണ്. ഈ സമയത്ത് ഇത് തരണം ചെയ്യാനായിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല അന്നത്തെ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, ഒരുപക്ഷെ പ്രിയപ്പെട്ടവരോ ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് എങ്ങനെയാണ് ആ സമയങ്ങളൊക്കെ ഒന്ന് കടന്നു പോകുന്നത്? എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഞാനായിരുന്നത്. അപ്പോൾ ആൾ മരിച്ച് 5ാം ദിവസം അപ്പനോ അമ്മയും ചോദിച്ചപ്പോൾ അവർ എന്നെ നോക്കാൻ തയ്യാറായില്ല. ഓക്കെ. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും തരാനുള്ള കാര്യങ്ങളൊന്നുമില്ല, പിള്ളേരെ കാര്യത്തിൽ നോക്കാനൊക്കെ പഠിപ്പിക്കാൻ അവർക്ക് ആരും ഒന്നും. 2 അനിയന്മാരുണ്ട്, ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ ഗൾഫിലായിരുന്നു. പക്ഷെ ആരും തന്നെ ഞങ്ങളെ നോക്കാൻ തയ്യാറായില്ല. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്കാരായിരുന്നു. അപ്പോൾ കുറച്ച് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പം അപ്പം പറഞ്ഞു എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അന്ന് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടിയാണ് ഞാൻ നിന്നത്. അങ്ങനെ മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അമ്മ മരിച്ചു. 2 വർഷം സ്വന്തം കുടുംബമാണ് സപ്പോർട്ട് ചെയ്ത്, എൻ്റെ സ്വന്തം കുടുംബമാണ് സപ്പോർട്ട് ചെയ്തത്, അപ്പനും അമ്മയും മാത്രം. സഹോദരങ്ങള് എനിക്കൊക്കെ അപ്പനമ്മേനെ നോക്കുന്നതിൻ്റെ പേരിൽ എനിക്കെതിരായി. എൻ്റെ കൂടെ നിൽക്കണ കാരണം കൊണ്ടും അവരുടെ ചെലവിൽ നിൽക്കണ കാരണം കൊണ്ടൊക്കെ അവർക്ക് ഒരു ഇഷ്ടക്കേട് വന്നായിരുന്നു. ഇപ്പൊ എല്ലാവരും സ്നേഹമായി. പ്രവർത്തയിൽ വന്നതോടുകൂടി എല്ലാം ശരിയായി, സ്നേഹത്തിലായി. നമുക്കത് തിരിച്ചു പോകാം. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ, ഭർത്താവ് നഷ്ടപ്പെട്ടു, കടന്നു പോകുന്ന ആ ഒരു ജീവിതത്തിൻ്റെ ക്രൈസിസ്, പേരൻസ് കുറേ സപ്പോർട്ട് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ലൈഫിൽ അടുത്തൊരു ടേണിങ്ങിലേക്ക് പിന്നെ എങ്ങനെയാണ് വരുന്നത്? പിന്നീട് എൻ്റെ മകൻ, ഞാൻ പറഞ്ഞല്ലോ 6 മാസം പ്രായമുള്ള മകനുണ്ടായിരുന്നു. അവനെ 3 മാസമുള്ളപ്പോഴാണ് അറിയണത് ഹാർട്ടിന് അസുഖമാണെന്ന് അറിയണത്. അപ്പം എറണാകുളം ബ്ലഡ് ടെസ്റ്റിൽ ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒത്തിരി ചിലവ് വരും, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ തിരുവനന്തപുരം ചിത്രയിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. അവിടെ ചിലവ് കുറവാണ്, റേഷൻ കാർഡിൻ്റെ അനുസരിച്ചിട്ട് അവിടെ പൈസ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞ് പോയതാണ് എൻ്റെ ഹസ്ബൻഡ്. ഡിസംബർ 12-ാം തീയതി ആള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഇനി 25-ാം തീയതി ലീവിന് വരാം. ആദ്യത്തെ ഒരു പ്രശ്നം കുഞ്ഞിൻ്റേത് കിടക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ ഒരു നൊമ്പരം വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ ഒരു നൊമ്പരം ഉണ്ട്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആൾക്ക് അറിയാം, ഈ കൊച്ചിന് അസുഖമുള്ള കാര്യം അറിയാമായിരുന്നു. അപ്പോൾ ഡിസംബർ 20 ക്രിസ്മസിൻ്റെ ആ ഒഴിവിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഡിസംബർ 12-ാം തീയതിയാണ് പോണത്. 14-ാം തീയതിയാണ് ആള് മരിക്കുന്നത്. പിന്നീട് ഈ കുട്ടീനെ എൻ്റെ അപ്പച്ചനാണ് ഇങ്ങനെ, ഞാനും അപ്പച്ചനും കൂടിയാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണതും. അങ്ങനെ ഒരു 3-ാമത്തെ വയസ്സിൽ കുട്ടിക്ക്. തങ്കമണി ചേച്ചിക്ക് ആ സമയത്ത് എന്നാ പ്രായം കാണും? എത്ര വയസ്സ് കാണും? എനിക്ക് ഹസ്ബൻഡ് മരിക്കുമ്പോൾ 22 വയസ്സുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് സിസ്റ്റർ അവൻ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്താണല്ലോ അവർ വേഗം, ഞാൻ സിസ്റ്റർ ആവാതിരിക്കാൻ വേണ്ടി വേഗം കല്യാണം കഴിച്ചു വിട്ടു. 22 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്ന പ്രായമാകുന്നേ ഉള്ളൂ. പിന്നീട് കുട്ടിക്ക് ഓപ്പറേഷൻ 3-ാമത്തെ വയസ്സിൽ അവന് ഞങ്ങൾ കുറേ പ്രാവശ്യം കൊണ്ടുപോകണം. അവസാനം ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചു.
3-ാമത്തെ വയസ്സിൽ ഓക്സിജൻ കിട്ടണുണ്ടായിരുന്നില്ല കുട്ടിക്ക്. അപ്പം അതിനുള്ളൊരു ഓപ്പറേഷൻ ആദ്യം ചെയ്തു. അത് വിജയിച്ചു. അപ്പോൾ അന്നൊക്കെ ഞാൻ സാധാരണ പോലെ തന്നെ എനിക്ക് ഇങ്ങനെ എപ്പോഴും കരച്ചിലായിരുന്നു, എപ്പോഴും കരച്ചില. തിരുവനന്തപുരം ചിത്രയിൽ എൻ്റെ കണ്ണുനീര് വീണേക്കുന്ന കണക്കില്ല ഈ കുട്ടീനെ. അപ്പം എൻ്റെ ആശ്രയം മുഴുവനും കുട്ടിയിലാണ്. ഹസ്ബൻഡ് പോയല്ലോ, ഇനി ഈ കുട്ടി വലുതായിട്ട് വേണം, മോളെ കെട്ടിച്ചു വിടല്ലോ, മോനുണ്ടായിട്ട് വേണം എനിക്ക് ആശ്രയം ഉണ്ടാവണമെങ്കിൽ. എൻ്റെ ആശ്രയം ഞാൻ മോനിൽ വെച്ചു. പക്ഷേ കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ 5-ാമത്തെ വയസ്സിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതിന് മുമ്പ് അതിനൊരു പനി വന്നു. ജൂലൈ 12-ാം തീയതിയാണ് അവൻ മരിച്ചത്. 1990 ജൂലൈ 12-ാണ് കുഞ്ഞ് മരിക്കുക. കുഞ്ഞ് മരിക്കുമ്പോൾ പ്രായം 5 വയസ്സ്. 5 വയസ്സ്. സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ജൂണിൽ ചേർക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ്. അതുവരെ ചികിത്സകളായിട്ട് പോകുക. ചികിത്സ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന് വലിയ ചികിത്സ മരുന്നൊന്നുമില്ല, ഓപ്പറേഷൻ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. 2ാമത്തെ ഓപ്പറേഷൻ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞതാണ്. അപ്പോൾ 5 കാർഡ് വരണ വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3 വയസ്സിൽ കഴിഞ്ഞിട്ട്. പക്ഷെ കാർഡ് വരണേ മുമ്പ് തന്നെ അവന് ജൂലൈ മാസം വന്നപ്പോൾ പെട്ടെന്ന് അവന് പനി പിടിച്ച് ചാലക്കുടിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അപ്പോൾ അവിടെ നിന്ന് 5 ദിവസം അവിടെ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റില്ല, കുഞ്ഞിൻ്റെ എറണാകുളത്തിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അവന് ശരീരം മുഴുവൻ മഞ്ഞ കളർ വന്നു, ശരീരം മുഴുവൻ ഇങ്ങനെ തെരുതിരാങ്ങനെ കുരുക്കള് പോലെ വന്നു. മഞ്ഞപ്പിത്താണോ 5-ാം പനിയാണോ ഒന്നും ഡോക്ടർക്ക് ചികിത്സിച്ചിട്ട് ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾ എറണാകുളം മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഡിസ്ചാർജ് ചെയ്തു. അന്ന് രാത്രി ഒരു 9 മണി സമയത്താണ് കൊണ്ടുപോകണത്. ആ സമയത്ത് അവിടെ നിന്ന് നല്ല മഴ സമയമാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞ അപ്പനോട് പറഞ്ഞ് അന്ന് ഞാൻ കൊച്ചിന് ഓപ്പറേഷൻ്റെ കാർഡ് വന്ന സമയത്ത് ഞാൻ പോട്ടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ കൊണ്ടുപോയ കൊച്ചി രക്ഷപ്പെടും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി 9 മണിക്ക് ഞാൻ അപ്പനോട് പറഞ്ഞ് എന്തായാലും പോട്ടയിൽ കൊണ്ടുപോയിട്ട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ കൊച്ചു അബോധാവസ്ഥയിൽ കിടക്കുക. എന്നിട്ട് ഞങ്ങൾ കാറിൽ എൻ്റെ മടിയിൽ കൊച്ചു കിടക്കുക. അപ്പം ഞങ്ങൾ രാത്രി വന്ന സമയത്ത് അന്ന് താമസിച്ച അടുത്തൻ്റെ ആരാധന ചാപ്പലിൽ, നമ്മുടെ മെയിൻ ചാപ്പലിലായിരുന്നു. അപ്പം പനക്കലച്ചനാണ് അന്ന് ആരാധന നടത്തുന്നത്. അപ്പം ഞാൻ പനക്കലച്ചൻ്റെ അതിന് മുമ്പ് എനിക്ക് പനക്കലച്ചനോട് ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് ഒരു ദിവസം അച്ഛനൊരു പോട്ടയിലേക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി വന്നതാ. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛനിൽ കൊടുത്തപ്പോൾ അച്ഛനോട് ചോദിച്ചു, മോളെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യണമെന്ന് ചോദിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കരഞ്ഞിട്ട് ഞാൻ മുട്ടുമ്പോൾ നിന്ന് അച്ഛൻ എൻ്റെ കരച്ചിൽ കഴിയുന്നത് വരെ അച്ഛൻ മിണ്ടാതിരുന്നു. അവസാനം അച്ഛൻ്റെ ഈ 2 വിരലെടുത്തിട്ട് അച്ഛൻ കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞ്, എന്തിനാ കുഞ്ഞുമോള് കരയണേ, നിൻ്റെ ഭർത്താവ് സ്വർഗത്തിൽ കിടന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതെൻ്റെ ഭയങ്കര ഒരു കാരണം എന്താ, മറ്റ് പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ആത്മഹത്യ അവർ ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ആത്മഹത്യ നരകത്തിൽ പോവില്ലേ, അത് എനിക്ക് ഏറ്റവും സങ്കടം അതായിരുന്നു. പക്ഷേ അച്ഛൻ്റെ വാക്കിലൂടെ ആ ദുഃഖം വിട്ടുപോയി. നിൻ്റെ ഭർത്താവ് സ്വർഗത്തിരിക്കട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇന്ന് മുതൽ ഭർത്താവിൻ്റെ മരണത്തോർത്ത് നന്ദി പറയാൻ പറഞ്ഞു. അന്നാണ് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ അറിവ് കിട്ടുന്നത്, സങ്കടത്തെ ഓർത്ത് നന്ദി പറയണമെന്ന്. ഒരിക്കലും എനിക്ക് ആ സമയത്ത് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഉള്ളി ചിന്തിച്ചു, അച്ഛനങ്ങനെ പറയാം, എൻ്റെ ഭർത്താവല്ലേ പോയിക്കണത്. ഞാൻ എന്നിട്ട് അച്ഛൻ പറഞ്ഞ് അംഗീകരിച്ചില്ല, എനിക്ക് മനസ്സിൽ സ്വീകരിച്ചില്ല ഞാൻ. പക്ഷെ പിറ്റേ ദിവസം ഞാൻ പള്ളി ചെന്ന് സെമിത്തേരി ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ എൻ്റെ വരാണ്. അപ്പം ഞാൻ അന്നേരം മരിച്ച വിശ്വാസികളെ ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ ഹസ്ബൻഡിനോട് പരാതി പറയും, ഈശോയോട് പരാതി പറയും. പക്ഷെ അന്ന് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ഈശോയെ എൻ്റെ ഭർത്താവിൻ്റെ മരണത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞു. ഇന്ന് വരെ അതിനുശേഷം മനസ്സിൽ തട്ടി ഞാൻ അങ്ങനെ ഇങ്ങനെ അന്ന് കരഞ്ഞ പോലെ ഒരു കരച്ചിലോ എനിക്കില്ല. അപ്പൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, എന്നിലെ ദുഃഖത്തിൻ്റെ ദുരാത്മാ എന്നെ വിട്ടുപോയി എന്നുള്ളത്. പിന്നീട് ഞാൻ എല്ലാ സങ്കടങ്ങളിലും വിഷമങ്ങളിലും എനിക്ക് നന്ദി സ്തുതിയും പറയാനൊരു സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കം ചെയ്യാതിനെ. തിരിച്ചു വരാം. കൊച്ചിനെ കൊണ്ട് ആശ്രമത്തിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പനക്കച്ചനെ കണ്ടിട്ട് ഞാൻ പോവില്ല, കൊച്ചിന് സീരിയസ് ആണ്, അച്ഛനോടൊന്ന് പറയാൻ പറഞ്ഞു. പ്രേക്ഷിത പറഞ്ഞു, അച്ഛൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ എന്തോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കിട്ടിയ പോലെ എന്നാണ്. അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഞങ്ങൾ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ കാറും കൊണ്ട് നിർത്തിയേക്കാം.
അച്ഛൻ വന്നാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു. അപ്പം എന്നെ അച്ഛന് അന്ന് അറിയാമല്ലോ. പക്ഷേ എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു മോനിങ്ങനെ അസുഖമായിട്ട് സീരിയസ് ആയി കച്ച പിന്നെ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് കൊണ്ടുപോക്കണം പറഞ്ഞു. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. എന്നിട്ട് അച്ഛൻ ആ സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ നോക്കിയിട്ട്, അപ്പോൾ കാറിൻ്റെ ഉള്ളിലേക്ക് അച്ഛൻ നോക്കിയിട്ട്, കൊച്ചിങ്ങനെ ബോധാവസ്ഥയിൽ കിടക്കുക. ഇത് നിൻ്റെ കൊച്ചാ, ഇത് ഈശോയുടെ കൊച്ചാ, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരും, അല്ലെങ്കിൽ ഈശോ എടുക്കും, മേലാ നീ കരയരുതെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെങ്ങനെ നോക്കി, എന്താ അച്ഛൻ ഇങ്ങനെ പറയണേ, എനിക്ക് ഭയങ്കര പക്ഷേ ആ അച്ഛൻ്റെ ഒരു സ്വരം എൻ്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് താഴ്ത്തിൽ കൊണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി. കൊച്ചിനെ കൂടി വരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് കയറ്റണമെന്ന് പറഞ്ഞു. ബ്ലഡ് കയറ്റാനായിട്ട് രാത്രിയിൽ ഒരു 5 മണി തുടങ്ങി ബ്ലഡ് കയറ്റാൻ തുടങ്ങി. അപ്പോൾ ബ്ലഡ് കയറുന്തോറും കുട്ടിക്ക് കൂടുതൽ അസ്വസ്ഥത വന്നുകൊണ്ടിരുന്നു. അപ്പോൾ രാത്രി ഞാനപ്പോൾ അവനെ മേശമ കിടത്തിയേക്കാണ്, ഞാൻ അവനെ തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് ഈ ട്യൂബൊക്കെ അങ്ങോട്ട് അവനെ ചുറ്റി അവസാനം ഈ ട്യൂബ് ഊരിപ്പോയി, ബ്ലഡ് താഴേക്ക് വീണു. അപ്പോൾ ഞാൻ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. നഴ്സുമാരെ കൂടി വന്ന് കഴിഞ്ഞിട്ട് പിന്നെയും കയറ്റി. പക്ഷെ കയറും തോറും കൊച്ചിന് അസ്വസ്ഥത കൂടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വെളുപ്പിനും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് അതുവരെ ഞാൻ നിൽക്കുകയാണ്, കുഞ്ഞിനെ നോക്കി നിൽക്കുക. എങ്ങനെയും രക്ഷ കിട്ടുന്ന ഒരു ആഗ്രഹത്തിലാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. കൊച്ച് ഒരിക്കലും നഷ്ടപ്പെട്ടു പോരുന്നൊരു ചിന്തിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ച് നിൽക്കുക. പക്ഷേ അവസാനം ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞു, കൊച്ചിന് കൂടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പനമ്മയൊക്കെ അവിടെ നിന്ന് ഞാൻ മാത്രം നിൽക്കണമല്ലോ. ഞാൻ അവിടെ മുട്ടുകുത്തി. ഞാൻ ഈശോയോട് പറഞ്ഞു. അന്നാണ് ഈശോയുടെ ഗെത്സമേൽ ഈശോ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അനുഭവം ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ അതച്ഛൻ അന്ന് അച്ഛൻ ആ കാറിൽ വെച്ച് തന്ന ഒരു ശക്തിയാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അതിലൂടെ കിട്ടിയതാണെന്നാണ്. അല്ലാണ്ട് ഞാൻ എന്നെ വീട്ടിൽ തന്നെ അപ്പൻ വിളിച്ച് തൊട്ടാവാടിയെന്ന് വിളിക്കാറ്. മിണ്ടിയൊക്കെ അറിയണം ഞാൻ. അത്രയും സങ്കടത്തിൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ. പക്ഷെ ഞാനവിടെ മുട്ടുമ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, നീ അല്ലെങ്കിൽ എടുത്തോ, കൊച്ചിനെ കഷ്ടപ്പെടുത്തണ്ട, എനിക്ക് തരാൻ നീ നിനക്ക് കൊണ്ടുപോകാനാണോ നീ ആഗ്രഹിച്ചാണ്, കൊണ്ടൊക്കോ പറഞ്ഞു. ഞാനത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചി ശാന്തമായി. കൊച്ചിന് ബ്ലഡ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചി ശാന്തമായി. ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. സമയത്ത് ഇതുവരെ അപ്പനോടും പോലും അങ്ങനെ ഞാൻ ആ സമയത്ത് ആരോടും ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് പറയാണ്, കൊച്ചിന് നല്ല കുറവായിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ട, കൊച്ചി രക്ഷപ്പെടും. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കൊച്ചിന് ഇത്തിരി പാലൊക്കെ ഇച്ചിരിശൊക്കെ കൊടുക്കാൻ തുടങ്ങിക്കോ. അപ്പോൾ അവൻ മോനേന്ന് വിളിക്കുമ്പോൾ കണ്ണു തുറക്കാൻ പറ്റണല്ലോ ആൾക്ക്, ഉള്ളിൽ ഓർമ്മയുണ്ട്. അപ്പം അപ്പച്ചൻ പോയി പാല് മേടിച്ചിട്ടുണ്ടെന്ന് കുറേശ്ശെ പാലൊക്കെ കൊടുത്തത് കുടിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേണമെങ്കിൽ കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ മുട്ട അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ആരോഗ്യം കിട്ടാൻ വേണ്ടി ഇത്തിരി കൊടുത്തോളാം പറഞ്ഞു. പക്ഷേ ഈ പാല് മാത്രമേ കൊടുത്തുള്ളൂ, വേറെ ഒന്നും കൊടുത്തില്ല. വൈകിട്ട് 7 മണി ആയപ്പോഴേക്കും കൊച്ചിൻ്റെ വയറിങ്ങനെ വീർത്ത് വന്നു. അപ്പോൾ ഡോക്ടർമാരെ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർ കിഡ്നി പരിശോധിച്ചു, ഹാർട്ട് പരിശോധിച്ചു, എല്ലാം നോർമൽ. കൊച്ചിന് വേറെ ഒരു കുഴപ്പമില്ല, പക്ഷേ വയറ് വെറുതെ വീർത്ത് വരാം. അപ്പം അത് കഴിഞ്ഞ് അവന് വറ്റിന്നിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ തുണിയൊക്കെ കൊണ്ടുപോയി ബാത്റൂമിൽ കഴുകാൻ പോണ സമയത്ത് ടാപ്പ് തുറന്നിട്ടിട്ട് ഞാൻ ഉറക്കെ അങ്ങോട്ട് കരഞ്ഞു. ഈശ്വരന് കുറേ സമയം ടാപ്പ് തുറന്നിട്ട് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി കരഞ്ഞു. അത് ഞാൻ തിരിച്ചു വന്ന് അപ്പോൾ ഒരു 8 മണി കഴിഞ്ഞ് 9 മണിയായി. ആ സമയത്ത് ഞാനിങ്ങനെ അവനെ അടുത്ത് നോക്കി. ഇതുവരെ ജീവിതത്തിൽ ഞാൻ ആരുടെയും മരണം കണ്ടിട്ടില്ല. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചുണ്ടാനങ്ങണത് എനിക്ക് കാണാം. അമ്മേന്ന് വിളിക്കണ അങ്ങനെ അമ്മേന്ന് കണ്ണ് മേലോട്ട് പോണ കണ്ടു. ആ സ്പോട്ടിലേക്ക് കൊച്ചു മരിച്ചു. ആ സമയത്ത് എനിക്ക് അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് കരച്ചിൽ പിന്നെ വരണില്ല. ഞാൻ കരയാൻ നോക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കും എൻ്റെ മോനല്ലേ മരിച്ചേക്കണത്, എനിക്കെന്താ കരച്ചിൽ വരാത്തത്. ഞാനിപ്പോൾ ചെയ്തൊരു കാര്യം പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നൊരു കാര്യമാണ്. അച്ഛനെ എപ്പോഴും പറയാറുണ്ട്, ഒരു സഹോദരിയുടെ 2 മക്കൾ മരിച്ചിട്ട് സഹോദരി ദൈവത്തെ സ്തുതിച്ചൊരു കാര്യം. എന്തുകൊണ്ട് എനിക്കതുപോലെ ആയിക്കൂടാന്ന് എൻ്റെ മനസ്സിലേക്ക് വരാണ്. ഞാൻ ആ ചിന്ത വന്ന സമയത്ത് ഞാൻ മുട്ടുകുത്തി അവിടെ മോൻ്റെ ആ ബെഡിൻ്റെ അവിടെ മുട്ടുകുത്തിയിട്ട് ഒരു കൈ മോൻ്റെ ശിരസിലും വെച്ചു, ഒരു കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ ഉറക്കെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. വേറെ ഒന്നും ചിന്തിച്ചില്ല.
എൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ ഞാൻ ഉറക്ക സുതിച്ച സമയത്ത് എൻ്റെ അപ്പൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഡോക്ടർ പറഞ്ഞ് പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് പാല് കൊടുത്തത് കൊണ്ടാണ് എൻ്റെ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി. ഇനി അവൾക്ക് ആരുള്ളേ? അവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയി, ഇപ്പം മോനും മരിച്ചു. ജീവിതത്തിലെ ഏതാണ്ട് 30 വയസ്സിനുള്ളിൽ ഇരട്ടപ്രഹരം എന്നൊക്കെ പറയുന്നത് പോലെ 2 വലിയ വേദനയിലൂടെ കടന്നുപോയ ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കണേ. പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പരാതി പറയാറില്ലേ? നഷ്ടങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ. ചില മനുഷ്യരുടെ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒന്നും പ്രശ്നങ്ങളല്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു ഹീലിങ്ങും ഇത് തന്നെയായിരിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി പറയുകയും ആകുലപ്പെടുകയും ചെയ്യുന്നത് നിർത്തണം. കാരണം ദൈവം എത്രയോ അനുഗ്രഹം നമുക്ക് തന്നേക്കണേ. ഒരു സഹോദരി ഇപ്പോൾ ഇവിടെ മുന്നിലിരുന്നുകൊണ്ട് വലിയ തകർച്ചയിലൂടെ 22 വയസ്സുകാരിക്ക് വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിന് ഭർത്താവ് നഷ്ടപ്പെടുക, ജീവിതത്തിൻ്റെ താളം തെറ്റി. ആ സമയത്ത് തന്നെ 2 മക്കളിലെ ഇളയത് ആൺകുട്ടിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. അതൊരു നൊമ്പരത്തിൻ്റെ വിഷയമാണ്. ആ കുട്ടിക്ക് 5 വയസ്സുള്ളപ്പോൾ ആ കുട്ടി മരിക്കുന്നു. ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷയും പോവുക. എന്നിട്ട് എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, ദൈവം താങ്ങി നടത്തുന്നത് തന്നെയാണ്. തങ്കമണി എന്ന സഹോദരിയുടെ ജീവിതത്തിലെ വലിയ നൊമ്പരങ്ങളുടെ കഥ കേട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് തങ്കമണി എന്ന സഹോദരിയോടൊപ്പം നമ്മളുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ.